ഇപ്പോൾ സൂര്യ നമുക്കൊപ്പം ചേരുന്നു. സൂര്യ, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഹലോ. പറയൂ സൂര്യ, ഞാൻ കേൾക്കുന്നു. ഇപ്പൊ ഇവിടെ സേഫാണ്. സേഫാണല്ലേ? സൂര്യ എവിടെയാ ഉള്ളത് ഇപ്പോ? ഇപ്പൊ ചൂരൽമല. ചൂരൽമലയാണ്. അവിടെ മഴ പെയ്യുന്നുണ്ടോ ഇപ്പോ? ഇപ്പൊ മഴ ചെറുതായിട്ട് ചാറുന്നുണ്ട്. ഈ ചൂരൽമലയിലെ ഈ പാലം ഒലിച്ചു പോയ സ്ഥലത്ത് അവര് ഒരു താൽക്കാലികമായി വടം കെട്ടി കടന്നു പോകാൻ ശ്രമിക്കുന്നുണ്ടല്ലോ നമ്മുടെ രക്ഷാദൗത്യം. വന്നിട്ടുണ്ട്. അപ്പൊ തീരെ വയ്യാത്തവരൊക്കെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നുണ്ട്. അല്ല, കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടോ അതുവഴി? പറ്റുന്നുണ്ട്. എത്ര പേരെ കൊണ്ടുപോയി അങ്ങനെ സൂര്യ? ഇപ്പൊ ഏകദേശം 9 പേരിന്റെ അടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്. ഇനി എത്ര ആളുകൾ അവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ടാവും ഏകദേശം ഈ ചൂരൽമലയിൽ? ചൂരൽമലയിൽ എത്ര പേര് കുടുങ്ങിക്കിടക്കുന്നുണ്ടാവും? ചൂരൽമലയിൽ ഏകദേശം ഒരു 150 ആളുടെ അടുത്ത് ഉണ്ടാവും. ഓക്കെ. അല്ല, അവരൊക്കെ ഇപ്പം തൽക്കാലം സേഫ് ആയിട്ടാണോ ഇരിക്കുന്നത്? സേഫ് ആയിട്ട് തന്നെ ഉള്ളത്. അവിടെ നമ്മുടെ രക്ഷാ ദൗത്യ സംഘാംഗങ്ങൾ ആരെങ്കിലും അവിടെ ഉണ്ടോ ഇപ്പോ? കുറച്ച് പേര് വന്നിട്ടുണ്ട്. അത്യാവശ്യം പേര് വന്നിട്ടുണ്ട്. ഓക്കെ. താങ്ക് യു സൂര്യ, ഞങ്ങളുമായിട്ട് ഈ വിവരം പങ്കുവച്ചതിന്. അപ്പോൾ അതും ഒരു സന്തോഷകരമായ കാര്യമാണ്. ഈ പാലമില്ലാത്ത സ്ഥലത്ത് കുറച്ചാളുകളെങ്കിലും പുഴകെടുത്ത് ചികിത്സാ സൗകര്യങ്ങൾ നൽകാൻ കഴിയുന്നു ഈ ദൗത്യ സംഘാംഗങ്ങൾക്ക് എന്നാണ് ലഭിക്കുന്ന വിവരം. KR ഗോപികൃഷ്ണൻ കൂടി അല്പനിമിഷങ്ങൾക്കകം നമുക്കൊപ്പം ചേരുകയാണ്. ഗോപികൃഷ്ണനും കൂടാതെ സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നമ്മുടെ പ്രതിനിധി ഹാഷ്മി താജ് ഇബ്രാഹിമുണ്ട്. അതുപോലെ നമ്മുടെ വാർത്താ സംഘം വിവിധ യൂണിറ്റുകളായി തിരിഞ്ഞ് വയനാട്ടിലെ ഈ ദുരന്ത ഭൂമിയിൽ എത്തിയിട്ടുണ്ട്. അവരും സുർജിത്ത് അയ്യപ്പത്ത് കൂടാതെ വയനാട്ടിലേക്ക് മറ്റു പ്രതിനിധികൾ കൂടി എത്തിയിട്ടുണ്ട്. അവരും നമുക്കൊപ്പം എത്രയും പെട്ടെന്ന് ചേരും. കാരണം സമാനതകളില്ലാത്ത ദുരന്തങ്ങൾക്ക് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നതിനപ്പുറം ഏറ്റവും അത്യാവശ്യം അടിയന്തരമായി സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ എന്തൊക്കെ ചെയ്തു കൊടുക്കണം ജനങ്ങൾക്കെന്ന് പുറം ലോകത്തെ അറിയിക്കുവാനായി നമ്മുടെ വാർത്താ സംഘം സദാ സജ്ജമായി ഇപ്പോൾ വയനാട്ടിലെ ദുരന്ത മണ്ണിലുണ്ട് എന്നുകൂടി പ്രേക്ഷകരെ അറിയിക്കുന്നു. നിങ്ങൾക്ക് ദൃശ്യങ്ങളും വാർത്തകളും ഒക്കെ അയച്ചു തരാൻ നമ്മൾ കാണിച്ച മൊബൈൽ നമ്പർ നിങ്ങൾ ഉപയോഗിക്കുക. ഈ പ്രത്യേകിച്ചും അപകടത്തിൽ കഴിഞ്ഞു പോകുന്ന ഏതെങ്കിലും മനുഷ്യരുണ്ടെങ്കിൽ അവരുടെ അപകടത്തിൻ്റെ വിവരം പുറം ലോകത്തെത്തിച്ച് അവരെ രക്ഷപ്പെടുത്തുവാൻ കൂടി ഈ നമ്പർ താങ്കൾ പ്രയോജനപ്പെടുത്തുക. അതുപോലെ ഈ പല ആശുപത്രികളിലും ഇപ്പോൾ രക്തക്ഷാമം അനുഭവപ്പെടുന്നു. അതുകൊണ്ട് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ തയ്യാറുള്ള ആളുകൾ ചില